നേപ്പാളിൽ വീണ്ടും പ്രളയ സാധ്യതാ മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യൻ സംസ്ഥാനങ്ങളും നിരീക്ഷണത്തിലാണ് എന്നുള്ളതാണ്. പ്രളയജലം ഒഴുകിയെത്തുന്നതിനാൽ യു.പി., ബീഹാർ ജില്ലകളിൽ ജാഗ്രത തുടരുന്നു. ഉത്തരാഖണ്ഡിലെ 13 ഹിമതടാകങ്ങളിലും അപകട സാധ്യതയുണ്ടെന്ന റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ കർശന നിരീക്ഷണത്തിനും തുടർ നടപടികൾക്കും മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നേപ്പാളിലെ പ്രളയത്തിന്റെ പശ്ചാത്തലത്തിൽ അതീവ ജാഗ്രതയിലാണ് ഇന്ത്യൻ സംസ്ഥാനങ്ങളും. നേപ്പാളിൽ നിന്നുള്ള പ്രളയജലം ഒഴുകിയെത്തുന്നതിനാൽ ബീഹാർ, യു.പി. അതിർത്തികളിൽ ജാഗ്രത തുടരുകയാണ്. ഗണ്ഡക് നദീതീരത്ത് നിന്ന് ഇന്നലെ കണ്ടെത്തിയ 3 മൃതദേഹങ്ങൾ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. നേപ്പാളിൽ നിന്ന് ഒഴുകിയെത്തിയ മൃതദേഹങ്ങളാണ് എന്നാണ് റിപ്പോർട്ട്. അതേസമയം ഉത്തരാഖണ്ഡിലെ 13 ഹിമതടാകങ്ങളിൽ അപകട സാധ്യതയുണ്ട് എന്നാണ് നിഗമനം. നേപ്പാളിലേതിന് സമാനമായി ഹിമതടാകം തകർന്ന് പ്രളയ സമാനമായ സാഹചര്യം ഉണ്ടായേക്കുമെന്ന ആശങ്കയുണ്ട്. ചമോലി ജില്ലയിലെ സരസ്വതിദാൽ, ഉത്തരകാശി ജില്ലയിലെ കേദാർദാൽ എന്നീ തടാകങ്ങളിൽ വിദഗ്ധ സംഘം ഉടൻ പരിശോധന നടത്തും. വലുപ്പ വ്യത്യാസം, ജലനിരപ്പ്, ഭൗമശാസ്ത്രപരമായ മാറ്റങ്ങൾ എന്നിവയാണ് പരിശോധിക്കുക. അടിയന്തര നടപടികൾ സ്വീകരിക്കാൻ ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി നിർദ്ദേശം നൽകി. താഴ്വരകളിലെ ജനങ്ങൾക്ക് ഹിമതടാകങ്ങളെക്കുറിച്ച് ബോധവൽക്കരണം നൽകും. അത്യാധുനിക മുന്നറിയിപ്പ് സംവിധാനങ്ങളും സെൻസറുകളും ഉടൻ സ്ഥാപിച്ചേക്കും. ജമ്മു കാശ്മീർ, ലഡാക്ക്, ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളിൽ ആഗോളതാപനം മൂലം മഞ്ഞുമലകൾ വേഗത്തിൽ ഉരുകുന്നതും തടാകങ്ങളിലെ ജലനിരപ്പ് ഉയരുന്നതും ഭീഷണിയാണ്. കൈരളി ന്യൂസ്, ദില്ലി.